ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആവും. ഞാൻ തലശ്ശേരി വരികയുണ്ട്. ഞാൻ ചീർപ്പെടുത്തിട്ടുണ്ട്, ഒരു കോം, ഒരു ലിപ്സ്റ്റിക്, പിന്നെ ഒരു ഡസ്റ്റൻ, 3-4 കള്ളികളൊക്കെ ഉണ്ട് ഇതില്. ഓരോന്നോരോന്നായി പരിചയപ്പെടും. മൊബൈൽ ഫോൺ, ഓക്കെ, ചീപ്പുണ്ട്, ഓരോന്നെടുത്ത് പുറത്തേക്ക് എടുത്തോ. നമസ്കാരം, എന്താ പേര്? കൃഷ്ണപ്രിയ, അബിയ. ഓക്കെ, കുറച്ച് പേര് നിന്നോ, ചിലപ്പോൾ പണി കിട്ടും. ഞാന് യൂട്യൂബർ ആയിരുന്നു. ഒരു 4 വർഷം മുന്നേ യൂട്യൂബർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അറിയണ പരിപാടി പറയുമ്പോൾ ഇങ്ങനെ പബ്ലിക് പോയിട്ട് ചെയ്യാന്നുള്ളതാണ്, വീഡിയോ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നമുക്ക് പഴയ പോലെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏകദേശം നമ്മൾ യൂട്യൂബ് നിർത്താന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. എന്താ അഭിപ്രായം? യൂട്യൂബ് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സ് വേണമല്ലോ. അപ്പൊ യൂട്യൂബ് അല്ലാതെ നമുക്ക് ഇപ്പോ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്കൊരു വിഷയമല്ല. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സജഷൻ തരാൻ പറ്റും? ഓക്കെ ഓക്കെ, എന്തായാലും എനിവേ ഒരുപാട് സന്തോഷം. എൻ്റെ കൈ തന്നോളൂ. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആവും. ഹായ്, എന്താ പേര്? ലക്ഷ്മി, സൂര്യ, ശ്രുതി, തസ്മി, റഹീന. ഓക്കെ, നമ്മള് ആക്ച്വലി അറിയാലോ, ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് പഴയ പോലെ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആരും ചെയ്തിട്ടില്ല. ഫായിസ് ഇബ്രാഹിം. നമുക്ക് പഴയ പോലെ വീഡിയോ ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ ഒരു 4 വർഷം മുന്നേ ഒക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് പഴയ പോലെ അങ്ങ് വീഡിയോ ചെയ്യാൻ പറ്റില്ല. എന്തായാലും എന്താ പേര്? കഴിയാൻ ഒന്ന് തരുമോ? പഴയ പോലെ വീഡിയോ ചെയ്യാൻ പറ്റാത്തായിരുന്നു. ഇപ്പൊ ഇതാ പരിപാടി. ഓക്കെ, നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? ആയിഷ ജസ്ലി. ഓക്കെ, ഞാൻ 4 വർഷം മുന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് നമുക്ക് അത്യാവശ്യം സപ്പോർട്ടേഴ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ അറിയാം, നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്. നമ്മളെ ഇനിയുള്ള ഇട്ട വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വ്യൂവേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, യൂട്യൂബിന്റെ കാര്യത്തിൽ ഏർണിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ അപ്പോൾ അത് കിട്ടാത്തത് കാരണം നമ്മൾ വേറൊരു ജോലി കണ്ടെത്തേണ്ടതായിട്ട് വരികയാണ് ഇപ്പം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയ, ഇപ്പൊ ഇക്കറിയണത് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ വേറെ വല്ല മാർഗങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ? ജോലി പറയാണോ? എന്തെങ്കിലും ഒരു ജോലി, എനിക്ക് ചെയ്യാൻ പറ്റിയ ജോലി? ഇല്ല, ഞാനൊരു ചെറിയൊരു വർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പേര്? ഐഷ. നമസ്കാരം. ഹായ്, നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരുന്നത്. എന്തായാലും പരിചയപ്പെടാം. പേര്? കാവ്യ, ചൈത്ര, പൂജ, സഹസ്ര. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷം കഴിഞ്ഞു. അപ്പം തുടങ്ങിയ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു സീരിയസ് ആയിട്ട് കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് റീച്ച് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 1 വർഷമായിട്ട് വളരെ റീച്ച് ഭയങ്കര കുറവാണ്. നിങ്ങൾക്കറിയാലോ, യൂട്യൂബേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു വരുമാനം യൂട്യൂബിൽ നല്ല റീച്ച് ഉണ്ടെങ്കിലാണ്. അപ്പോൾ റീച്ച് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഏർണിങ്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി തരാൻ പറ്റുമോ? ജോലി സജസ്റ്റ് ചെയ്ത് തരാൻ? അല്ല, എന്തെങ്കിലും എനിക്ക് പറ്റിയൊരു ജോലി സജസ്റ്റ് ചെയ്ത് തരാൻ. ടെലികോളർ അത്ര മനോഹരമാണോ? എൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാന്നാണോ പറയണേ? ഇപ്പൊ ഞാൻ നിലവിൽ യൂട്യൂബ് നിർത്തി വേറൊരു വരുമാനം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമോയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം.
അതാണ് പരിപാടി ഇപ്പോ. പിടിച്ചുപറി പിടിച്ചുപറിയാണ് ഇപ്പൊ പരിപാടി. പറിക്കാൻ പറ്റിയില്ല, ആ ഫ്ലോയിൽ കിട്ടിയില്ല. യൂട്യൂബേഴ്സിനെ പറ്റി അറിയാലോ, റീച്ച് ഉണ്ടെങ്കിലാണ് ഏണിങ്സ് ഉള്ളു. ഏണിങ്സ് ഉണ്ടെങ്കിലാണ് ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ, റീച്ച് കുറഞ്ഞൊരു സാഹചര്യത്തിൽ നമുക്ക് വേറൊരു ഏണിങ്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ? തലശ്ശേരി എന്തെങ്കിലും ഉണ്ടോ പരിപാടി എല്ലാം കിട്ടുമോ? ഇപ്പൊ നിലവിൽ നമുക്കത് പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ജോലി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. ചേച്ചി ഇരിക്കുന്ന കാരണം ശരിക്കും അങ്ങോട്ട് വലിച്ചോടാൻ പറ്റിയില്ല. ദിവസം ഇപ്പം ഒരുപാട് സന്തോഷവാനാണ് ഞാൻ. അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ. ഡെയിലി പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുക, അവരെ പേര്. ഇല്ല നമ്മള് സന്തോഷവാനാണ്. നിങ്ങൾ ചിരിക്കണ കണ്ടപ്പോ നിങ്ങളെ അടുത്തേക്ക് വരാൻ വിചാരിച്ചു. എന്തായാലും വീഡിയോ ഓക്കെ അല്ലേ? ഇരുന്നോ? വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട്. എന്ത് വീഡിയോ കണ്ടിരിക്കണം? പ്രാങ്ക് വീഡിയോ അല്ലേ? ഇപ്പൊ നിങ്ങളൊന്നും കാണാറില്ല അല്ലേ? ഇല്ലേ, എനിക്കറിയാം. കാര്യം ഇപ്പൊ റീച്ച് ഭയങ്കര കുറവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചറിയോ? പഴയ പോലെ വീഡിയോ റീച്ച് ഒന്നുമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഒരുമിച്ച് വന്നാണോ അല്ലേ? വേറെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം നമ്മളിപ്പോ നിലവിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും സജസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ഞാന് BBA കഴിഞ്ഞു. MBA പഠിക്കാൻ വേണ്ടിയാവണം. അപ്പൊ ഞാൻ ചെറിയൊരു പരിപാടി ഇപ്പൊ കണ്ടെത്തിയിട്ടുണ്ട് നിലവില്. അപ്പൊ അതിപ്പോ എങ്ങനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താന്ന് എനിക്കറിയില്ല. ഇരുന്നോ? ഓക്കെ, എന്തായാലും സന്തോഷം. ആ ബാഗ് ഒന്ന് നോക്കട്ടെ. ബീച്ചിൽ നിൽക്കുമ്പോ ഒരു 4 സുന്ദരന്മാര്, 3 സുന്ദരന്മാര്, സുഗമന്മാര്, ഒരു തൊപ്പി 7 സുന്ദരന്മാര് എനിക്ക് തൊപ്പി തന്നു, കണ്ണാട തന്നു. ഇത് ഇനി അവർക്ക് വേണ്ടെന്നാണ് അവര് പറയണത് അല്ലേ? അതാ വേണ്ട, പൈസ വേണമെന്നാണ് പറയണത്. എന്തായാലും താങ്ക് യു. ഞാനൊരു വീഡിയോ എടുത്തിട്ട് തരാം. നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലേ? കണ്ണട വെക്കുമ്പോ കണ്ണ് കാണാത്ത പോലെ ഉണ്ട്. ആർവാടായി, കണ്ണട വേണ്ട. നമസ്കാരം. പേര്? രാഷ്മിക. അമൃത. സ്ഥലം? കോഴിക്കോട് തന്നെയാണ്. അപ്പം ഞാനൊരു യൂട്യൂബർ ആണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. കാര്യം പണ്ട് 5 വർഷം മുന്നേ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവില് യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ വന്നതിന് ശേഷം ലോങ് വീഡിയോക്ക് ആളുകൾ കാണുന്നില്ല. നമ്മളെ വീഡിയോസ് പഴയ പോലെ കാണുന്നില്ല. അപ്പോൾ അറിയാലോ, യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് പോകാനും ഏണിങ്സ് കിട്ടാനൊക്കെ ഒരു ചാൻസ് ഉള്ളൂ, അറിയാലോ. അപ്പൊ നമുക്ക് അത് ഏണിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ജോലി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ? അല്ല, പാഷൻ എന്താണോ അതല്ലേ നമ്മൾ നോക്കേണ്ടത്. പാഷൻ മാത്രം പോരല്ലോ പെങ്ങളെ, പൈസ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടുമല്ലോ. ആരും വെറുതെ ഇരുന്നിട്ട് ആർക്കും റീച്ച് കിട്ടില്ലല്ലോ. നല്ല ഹാർഡ് വർക്ക് വീഡിയോസ് ഇടുമ്പോ അല്ലേ കാണത്തുള്ളൂ. ഷോർട്ട് വീഡിയോസിൽ ഏണിങ്സ് വളരെ കുറവാണ്. അപ്പൊ ഷോർട്ട് വീഡിയോസ് ഇട്ട് അക്കൗണ്ട് റീച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. ഞാൻ എന്തായാലും ഒരു സൈഡ് ബിസിനസ് തീരുമാനിച്ചു. ഇതിന്റെ കൂടെ തന്നെ അതും കൂടി ചെയ്യാന്നുള്ള വിചാരിക്കുന്നത്. ഇതുപോലെ കണ്ടന്റുമായി അതിന്റെ കൂടെ ഒരു ഏണിങ്സും കൂടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിവേ ഒരുപാട് സന്തോഷം. പേര്? ഇതാണ് നമ്മളിപ്പോ നിലവിലുള്ള ബിസിനസ്. നിങ്ങളെ തൊപ്പി വളരെ അടിപൊളിയാണ്. ഞാൻ തൊപ്പിയായിട്ട് അവിടെ പോയി ആ പിള്ളേരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഉമ്മ വേണോന്ന്. വേണ്ടേ? ഉള്ള കാര്യം പറഞ്ഞത്.
എവിടെ സ്ഥലം? അതിൽ എന്തൊക്കെ ഉള്ളത്? ഒന്ന് ബാഗ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഓപ്പൺ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഒരു ഡാർക്ക് പെൻസിൽ, ഒരു കവറ്, പേപ്പർ. പ്രോഫിറ്റബിൾ ആവൊന്നുമില്ല. കുറച്ച് പൈസ, എത്ര റുപ്യ ഉണ്ട്? പിന്നെ ഒരു ലിപ്സ്റ്റിക്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബാഗ് എടുത്ത് പോയാ കിട്ട 20 രൂപയായിരുന്നു അല്ലേ? പേര് അബിയ കൃഷ്ണ. ഒരു ഹായ് പറഞ്ഞു. നിങ്ങളുടെ പേഴ്സിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് നമുക്കൊന്ന് റിവീൽ ചെയ്യാൻ പറ്റും? അല്ല, എടുത്തോണ്ട് പോകല്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്താം. വാട്ട് ഇൻസൈഡ് ദ ബോക്സ്? ഓക്കെ, പരിചയപ്പെടുത്തും. കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ മതിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ബോക്സിന്റെ ഉള്ളിലുള്ളത് നോക്കാം. ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 3-4 കള്ളികളൊക്കെ ഉണ്ട് ഇതില്. കൊറേ പൈസ ഉണ്ട്. നമ്മളിത് ഇത് പിടിച്ച് ഓടുകയാണെങ്കിൽ നമ്മൾ കോടീശ്വരന്മാരായിരുന്നു. ഇപ്പൊ ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ്സ്റ്റിക്. പിന്നെ എന്താ ഉള്ളത്? അത്തറ്. ഓക്കെ, അപ്പൊ പൈസ, ലിപ്സ്റ്റിക്, അത്തറ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. ഹായ് പറഞ്ഞു. ഉമ്മാനെ നമുക്ക് പറ്റിച്ചാലാ? അപ്പൊ ഉമ്മാനെ പറ്റിക്കാം അവരെ കൂടെ പോയി. വരണേ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? പരിചയപ്പെടാം. പേരെന്തായിരുന്നു? പറഞ്ഞോളൂ. ഹസീന. വായു നിക്ക്. ഓക്കെ, ഞാൻ പണ്ട് ഏകദേശം 4 വർഷം മുന്നേ യൂട്യൂബ് ചാനലൊക്കെ ചെയ്തായിരുന്നു. ഇപ്പം പഴയ പോലെ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. അതിലുണ്ടോ ജോലി എല്ലാം തരാൻ പറ്റുമോ? നെയ്യപ്പത്തിന്റെ പരിപാടി ഉണ്ടോ? ശരിക്കും എവിടെ? ഹോട്ടലാ? വീട്ടിലല്ലേ? ഹോൾസെയിലാ റീറ്റെയിൽ അങ്ങനെ എന്തെങ്കിലും വേണോ? ഇപ്പം നമ്മള് എന്താ ഒരു ചെറിയൊരു പരിപാടി കണ്ടുപിടിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ എന്തായാലും ഞാനത് പരിചയപ്പെടുത്താം. എന്താ പേരെന്തായിരുന്നു? തന്നോ, ഷെയ്ക്കേണ്ടി തന്നോളൂ. ഇതാണിപ്പോ നിലവിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മാർഗം. ഇതിന്റെ ഉള്ളില് എന്താന്നുള്ളത് റിവീൽ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഒന്ന് അൺബോക്സ് ചെയ്യോ? ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഞാനത് തട്ടിപ്പറിച്ച് ഓടിയെങ്കിൽ എന്താണ് കിട്ടുക എന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. പേപ്പർ വിരിച്ചിരിക്കാനുള്ള പേപ്പർ, ഫോണുണ്ട്, ഒരു ബോട്ടില് വെള്ളമുണ്ട്, പിന്നെ മുണ്ടുണ്ട്, ഡ്രസ് ഉണ്ട് അല്ലേ? ഓക്കെ, പൈസ ഉണ്ടോ? പൈസ ഉണ്ട് അല്ലേ? കൊണ്ടുപോവാണെങ്കിൽ കുറച്ച് കിട്ടിയെന്നല്ലേ? ആദ്യം മക്കളുടെ പേഴ്സ് ഞാൻ എടുത്തു. അതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എന്തായാലും സന്തോഷം. വീഡിയോസ് കാണണം. ഫൈസ് ഇബ്രാഹിം എന്നാണ് ചാനലിന്റെ പേര്. ഒരു ഹായ് കൊടുത്തു. ഹായ്. ബാഗിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് അൺബോക്സ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും? അൺബോക്സ് കുഴപ്പമില്ലെങ്കിൽ അൺബോക്സ് ചെയ്തോ. ബാഗ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മള്. അല്ല, നമ്മൾക്ക് അങ്ങനൊന്നുമില്ല. ധൈര്യം അൺബോക്സ് ചെയ്തോളൂ. ഓരോന്നോരോന്നായി പരിചയപ്പെടുത്താം. മൊബൈൽ ഫോൺ, ഓക്കെ, ബണ്ണ് അല്ലേ? പിന്നെ 2 കൂളിംഗ് ഗ്ലാസ്. ഇനിയുണ്ടോ കൂളിംഗ് ഗ്ലാസ്? കൊട, മഴ വീണില്ലല്ലോ, വെയിലുള്ളായിരിക്കാൻ ബ്യൂട്ടി കോൺഷ്യസ്. പിന്നെ ചെറുപ്പ്, പിന്നെ സഞ്ജയ് എന്തിനാ? കേക്ക് ബർത്ത്ഡേ പരിപാടി ഒക്കെ ഉള്ളപ്പോ എടുത്തുകൊണ്ട് പോകാനാ? പിന്നെ ടിഷ്യൂ, ഇത് ലിപ്സ്റ്റിക്. ഇനിയുണ്ടല്ലോ എല്ലാം. ഓക്കെ, പൈസ എത്ര ഉണ്ട്? പൈസ, പിന്നെ പേഴ്സ്, വേറെയും ബണ്ണും കാര്യങ്ങളും കുറെ സാധനങ്ങൾ ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും അൺബോക്സ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഒരു ഹായ് കൊടുത്തോ. ഫൈസ് ഇബ്രാഹിം എന്നാണ് കേട്ടോ ചാനലിന്റെ പേര്. ഓക്കെ, ഫൈസ് ഇബ്രാഹിം. എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഞാൻ അതായിട്ട് ഓടിയായിരുന്നു. ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഭഗവാനെ, അതിപ്പോ കാണിച്ചായിരുന്നോ? പറ്റുന്നുണ്ടെങ്കിൽ കാണിച്ചാൽ മതി. ഇതൊരു ഇല്ല, പ്രത്യേകിച്ച് ടവലുണ്ട്, വെള്ളത്തിന്റെ കുപ്പിണ്ട്, ഫോണുണ്ട്. അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? ചേച്ചിയുടെ ബാഗ് അൺബോക്സ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അൺബോക്സ് ചെയ്യാൻ ധൈര്യമില്ല. ധൈര്യക്കാരൊന്നുമില്ല. നിങ്ങക്ക് കാണാൻ പറ്റുന്നതാ. വെള്ളക്കുപ്പിയുണ്ട്.
പിടിച്ചോ ഇല്ല. ഓടാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഫോണുണ്ട്. ഫോണുണ്ട്. ഞാൻ തലശ്ശേരിന്ന് വരികയുണ്ട്. ഞാൻ ചീർപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ പിന്നെ പൊട്ടെടുത്തിട്ടുണ്ട്. ചെരുപ്പ് പൊട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത്. പിന്നെ പൗഡർ ഉണ്ട്, ടവലുണ്ട്. അപ്പൊ ഒരു ബ്യൂട്ടി ബാഗ് ആണ്. ബ്യൂട്ടി ബാഗ് ഒന്നല്ല. അതെ 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 ശരി. അപ്പൊ എന്തായാലും സന്തോഷം. ഒരു ഹായ് ഓർത്തോ. ഇതാ പുതിയ ജോലി ഇതാ. ഇപ്പൊ അതിന് ശേഷം അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ അൺബോക്സ് ചെയ്ത് അൺബോക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓരോന്നെടുത്ത് പുറത്തേക്ക് എടുത്തോ. പവർ ബാങ്ക്. ഓക്കെ നോക്കട്ടെ. ഓക്കെ പവർ ബാങ്ക് കുറച്ചധികം പൈസ ഉണ്ട്. 100, 200, 10-400 ഉറുപ്പ്യ ഉണ്ട്. ലിപ്സ്റ്റിക്ക് പിന്നെ ചെരുപ്പ്. ഓപ്പൺ എടുത്ത് പുറത്തേക്ക് കാണിക്കും. പുറത്തേക്ക് കാണിച്ചോ ഓഡിയൻസിനെ. ക്ലിപ്പ് പിന്നെ ചെരുപ്പ് വേറെ ഒന്നുമില്ലേ? ലിപ്സ്റ്റിക് ഒന്നുമില്ലേ? ഉണ്ടല്ലേ. ലിപ്സ്റ്റിക് പൈസ ഇടുന്ന ബോക്സ് ഇതിനുള്ളിൽ വെച്ചിക്കണേ. എന്ത് പോയാലും ലിപ്സ്റ്റിക് പോരുത്. ഓക്കെ എന്തായാലും സന്തോഷം. ഒരു ഹായ് കൊടുത്തു. അത് ശരി. ഇപ്പൊ നിലവിൽ ഇതാണ് ഞങ്ങള് തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഈ ബിസിനസ്? നല്ല ബിസിനസ്. ബാഗ് അതന്നെ നല്ല അടിയും ചവിട്ടും കുത്തും എല്ലാം കിട്ടും. ഇപ്പൊ നിങ്ങളെ കിട്ടില്ലല്ലേ? ഇല്ല. അൺബോക്സ് ചെയ്യാൻ പറ്റുമോ ബാഗ്? ഇതിനകത്തൊന്നും ഇല്ല. ഞാൻ ചെയ്ത് കാണിച്ചു. ബാഗ് നമുക്ക് അൺബോക്സ് ചെയ്യാം. എല്ലാം അൺബോക്സിങ്. ഒരു കോം, ഒരു ലിപ്സ്റ്റിക്, ഒരു ലിപ് ബാം. ലിപ്സ്റ്റിക് ലിപ് ബാം വേണം. രണ്ടും വേണം. അല്ലെങ്കിൽ ലിപ്പ് ഡ്രൈ ആവും. അതല്ലേ. ഓക്കെ പിന്നെ 5 മിനിറ്റ്. പിന്നെ വേറൊരു കളി അത് കാലിയോ അതിലൊന്നും ഇല്ലല്ലേ? 10 രൂപ നോട്ട്. 10 രൂപ വെച്ചാണല്ലേ? ഇല്ല, ഇപ്പൊ ഫുൾ ഗൂഗിൾ പേ അല്ലേ? അതല്ലേ. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു 10,000. 20 ഇട്ടാലും 10 ഇട്ടാലും. ശരി. എന്തായാലും സന്തോഷം. ഹായ്. ഫായിസ് ഇബ്രാഹിം എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.